പലതരം രീതികളിൽ നമ്മൾ കഞ്ഞി തയ്യാറാക്കാറുണ്ട്. പാൽക്കഞ്ഞി, തേങ്ങ അരച്ചൊഴിച്ച കഞ്ഞി, പൊടിയരിക്കഞ്ഞി, ബിരിയാണി കഞ്ഞി, അങ്ങനെ പലതും. ഒരേ ചേരുവകളിൽ തയ്യാറാക്കിയെടുത്താലും ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെയും റെസിപ്പികളുടെ രുചി വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. പോകാം വീഡിയോയിലേക്ക്. അരി എന്തുമായിക്കോട്ടെ, റേഷൻ അരിയോ ബിരിയാണി അരിയോ പൊടിയരിയോ, 1 കിലോ അരി ആദ്യം വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ശേഷം പാത്രം അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞതും ചേർത്ത് ഇളക്കാം. 1 കിലോഗ്രാം അരി ആയോണ്ട് തന്നെ ഇമ്മിണി വലിയ പാത്രത്തിൽ തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിയായി വരുമ്പോഴേക്കും പാത്രം നിറഞ്ഞു കവിയും. 2 സവാള അരിഞ്ഞതും 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് ഇത്രയും വഴണ്ടു വരുന്ന കണക്കിന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ചൂടാക്കാം. 1 കിലോ അരി ആയോണ്ട് തന്നെ അത്യാവശ്യം കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 4-5 ഇരട്ടി, അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം 10-12 ബീൻസ് നീളത്തിന് അരിഞ്ഞതും വലിയ 3 ക്യാരറ്റ് അരിഞ്ഞതും 5-6 പച്ചമുളകും ചേർക്കാം. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. തൊണ്ടമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പച്ചമുളകിനേക്കാളും അതാണ് നല്ലത്. മുളക് കീറി ഇട്ട് കൊടുക്കേണ്ട, മുഴുവനെ ഇട്ട് കൊടുത്താൽ മതിയേ. ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് വെച്ചും ചിക്കൻ വെച്ചും മട്ടൻ വെച്ചുമെല്ലാം നമുക്ക് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാമെങ്കിലും നോൺ വെജ് കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും. പോരാത്തതിന് ചിലവർക്ക് കഞ്ഞിയിൽ നോൺ വെജ് ചേർക്കുന്നത് ഇഷ്ടമായി എന്ന് വരത്തില്ല. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമെല്ലാം ഞൊടിയിടയിൽ തന്നെ കുറുകി വരും. ബിരിയാണി കഞ്ഞിയുടെ ആ ഒരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് നമുക്ക് 2 ചിക്കൻ ക്യൂബ് ചേർക്കാം. ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. 2 ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളറിനും ഗുണത്തിനും വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർത്ത് ഇളക്കാം. കുറഞ്ഞ തീയിൽ കിടന്ന് കഞ്ഞി സാവധാനം നല്ലോണം വെന്ത് വരണം. ഒരുപാട് അങ്ങ് കുറുകി വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അത്യാവശ്യം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അരി നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞാൽ 1 തേങ്ങയുടെ 1/4 പാല് ചേർത്ത് ഇളക്കാം. 1/4 പാല് ചേർത്ത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 പാല് തിളയ്ക്കാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2/2 പാലും കൂടി ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫാക്കാം. 2/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. ശേഷം നമുക്ക് പാനിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് ചൂടോടുകൂടി തന്നെ കഞ്ഞിയിലേക്ക് ഒഴിച്ചിളക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിക്ക് ബിരിയാണി കഞ്ഞി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും, വീഡിയോ പരിചിഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള മാളൂസ് കുക്കിംഗ് ആൻഡ് ടെക് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറുകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും